നമസ്കാരം. നമ്മൾ ഒരാളെ ഫോൺ ചെയ്യാൻ തുടങ്ങിയാൽ ഇപ്പോൾ കുറെ അനൗൺസ്മെന്റുകൾ വരും. നമുക്കിതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മളിത് കളയാൻ വേണ്ടി കീപാഡിൽ സ്റ്റാർ അമർത്തിയൊക്കെ ചിലരൊക്കെ ഈ അനൗൺസ്മെന്റ് കളയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ഒരു ഇൻഫർമേഷൻ ആണ് ആ തരുന്നതെന്ന് പലർക്കും മനസ്സിലാകാതെ പല അപകടങ്ങളിലും ചതിയിലും പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന അമൃത സുരേഷ് നമുക്ക് എല്ലാവർക്കും അറിയാം. അമൃത സുരേഷിനെ ആരും മറക്കാൻ വഴിയില്ല. അമൃത സുരേഷ് ഇത്രയും ഈ സമൂഹത്തിലെ ഇടപഴകുന്ന ആൾക്കാരായിട്ട് പോലും കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചതിയിൽപ്പെട്ടു. രൂപ 45,000 അങ്ങ് സ്വാഹ. കാര്യം ഇതിന് പറയുമ്പോൾ ഏറ്റവും അടുത്ത് ഇപ്പോൾ പല രീതിയിലുള്ള ജോബ് സ്കാം ഉണ്ട്. അതുപോലെ വേറെ ഡിജിറ്റൽ അറസ്റ്റ് എന്നും പറഞ്ഞുള്ള രീതിയിലുള്ള ഒത്തിരി ഓൺലൈനിൽ പല രീതിയിലുണ്ട്. ഇപ്പൊ അതിന്റെ വേറൊരു മുഖം എന്ന് പറയുന്നത് വാട്സപ്പിലൂടെയാണ്. നമ്മുടെ ഒരാളുടെ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത റിലേഷന്റെ വാട്സപ്പ് ഇവര് ഹാക്ക് ചെയ്തിട്ട് ആ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മളെ അവരിങ്ങോട്ട് വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ഇടുകയാണ്. പെട്ടെന്നൊരു കുറച്ച് പൈസ ഇടണം, 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു തരും. അപ്പൊ ചിലരൊക്കെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ തട്ടിപ്പാണെന്ന്, നിരവധി തട്ടിപ്പുകൾ ഇന്ന് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. 1,80,00,000 വരെ പോയ തട്ടിപ്പുകളുടെ കഥ നമ്മൾ പല ഇടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ 2 കോടിക്ക് അടുത്ത് വരെ തട്ടിപ്പ് നടത്തിയിട്ട് പിടിക്കപ്പെടുന്നില്ല. പിന്നെ നമ്മുടെയൊക്കെ ഈ 19 പോയി കഴിഞ്ഞാൽ എങ്ങനെ പിടിക്കും എന്നുള്ളതാണ്. അമൃത സുരേഷ് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടണം. കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫോൺ വിളിച്ചപ്പോഴത്തേക്കുമാണ് ഞാൻ പറയും, ഈശ്വര ഇത് തന്നെയാണല്ലോ പറയണത്, മര്യാദയ്ക്ക് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം എൻ്റെ ഞാൻ സ്റ്റുഡിയോയിലിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, ബിന്ദു എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര പൊക്കമുള്ള ഒരു ചേച്ചി. ബിന്ദു ചേച്ചിയുടെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വരുവാണ്. എനിക്ക് വാട്സാപ്പിൽ കേട്ടോ. അതായത് ഇപ്പം ഞങ്ങള് സിസ്റ്റേഴ്സ് അല്ലേ, ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ അയ്യോ ഈ സാധനം എന്താ തലകുത്തിക്കണം. അപ്പം ചേച്ചിയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നിരിക്കുകയാണ്, എനിക്ക് ഒരു 45,000 റുപ്പീസ് വേണം, എമർജൻസി ആണ്, എൻ്റെ UPIക്ക് എന്തോ പ്രശ്നമുണ്ട്, ഈ നമ്പറിലേക്ക് ഇടാൻ പറഞ്ഞിട്ട്. അപ്പം അമൃത സുരേഷ് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയ ചരിത്രങ്ങൾ നമുക്കറിയാം. ഇങ്ങനെ ഈ ഒരു യുഗത്തില് ഇപ്പൊ പ്രായം ചെന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓക്കെ, അങ്ങനെ ഒരു 45,000 രൂപ ഇങ്ങോട്ട് ഇടുന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്കാനുള്ള ഒരു അന്നേരം ഒരു ബുദ്ധി ഈ അമൃതയ്ക്ക് തോന്നാതെ പോയത് വലിയ കഷ്ടമാണ്. ഇന്ന് തട്ടിപ്പുകളുടെ ഈ ലോകത്തൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. നമുക്കൊരു റിയൽ ആയിട്ടൊരു കോൾ വന്നാൽ പോലും നമുക്കിന്ന് സംശയമാണ്. സ്പാം കോളുകൾ, അതുപോലെ ഇന്റർനാഷണൽ എന്നും പറഞ്ഞിട്ട് കോളുകൾ ഇഷ്ടം പോലെ ഓരോ ഫോണിലും വരുന്നുണ്ട്. നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് വാട്സപ്പ് ഡീറ്റെയിൽസ്, അതുപോലെ UPI ID ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം അവര് എടുത്തിട്ട് ഹാക്ക് ചെയ്താണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇപ്പൊ അമൃതയ്ക്ക് സംഭവിച്ച എമൗണ്ട് 45,000 നടന്ന കാര്യങ്ങൾ ബാക്കി കൂടെ കേട്ടെ. എനിക്കാണെങ്കിൽ ആ സമയത്ത് കറക്റ്റ് എൻ്റെ അക്കൗണ്ടിൽ 45,000 രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മെസ്സേജ് വരാം. അപ്പം ഞാൻ ഒന്നാമത് സ്റ്റുഡിയോയിലുമാണ്. എന്നിട്ട് ചേച്ചി പറഞ്ഞു 1 മണിക്കൂറിൽ ഇട്ട് തരാമെന്ന്. അപ്പം ചേച്ചി, ഞങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ, ഞാനും അബി ആണെങ്കിലും ഇപ്പോൾ ചേച്ചി ആണെങ്കിലും ഒക്കെ നമ്മൾ എന്താ പറയുക, എമർജൻസി ആയിട്ട് വല്ല കടയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പൈസ ഇടുക, ഞാൻ ഇപ്പം തന്നെ ഇടാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇടുകയും ചെയ്യും. അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ മെസ്സേജ് അയച്ചു, ചേച്ചി എനിക്ക് ഇന്ന് EMI കട്ടുള്ളതാണ് കേട്ടോ. ഇവർ ഈ കറക്റ്റ് ഈ UPI ID വെച്ച് ബാലൻസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇവരില്ലെങ്കിൽ 1,00,000 എന്തുകൊണ്ട് ചോദിച്ചില്ല? കാര്യം ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആകിയത് ഇതിൽ നിന്ന് ഈ ബിന്ദു എന്ന് പറഞ്ഞ ചേച്ചി എന്ന് പറയുന്നു, ആ ചേച്ചിയുടെയും ഇവരുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവര് ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നല്ല ഇതിന്റെ ഉറവിടം. ഈ നമ്മള് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മളെ ഈ ഫോൺ ചെയ്യുമ്പോൾ വരുന്ന ആ നോയ്സൻസ് ആയിട്ട് നമ്മൾ കരുതിയിരുന്ന ആ കാര്യമാണ് നമുക്കിപ്പോൾ ഗുണമായിട്ട് വരുന്നത്. കാര്യം അതൊരു 1930 എന്ന നമ്പർ, അതിനകത്ത് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ 1930 വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ അക്കൗണ്ട് ഇത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും.
പിന്നെ ട്രാൻസാക്ഷൻ ഒന്നും നടക്കില്ല. അതാണ് അവർ പറയുന്നത്. പക്ഷെ ഈ കക്ഷികള് എടുക്കുന്ന ഈ ചെയ്യുന്ന ആൾക്കാര് മിക്കവാറും ATM അടുത്ത് നിന്നിട്ടായിരിക്കും ഈ പരിപാടികൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ അക്കൗണ്ടിൽ വീഴുന്ന ആ മൊമെന്റിൽ തന്നെ പൈസ അവർ വിഡ്രോ ചെയ്യും. ഇതിപ്പോ നോർത്ത് ഇന്ത്യയിലാണ് ഈ പൈസ, രാജസ്ഥാനിലോ ബീഹാറിലോ അങ്ങനെ എങ്ങാണ്ട് ഇത് പോയേക്കുന്നത്. അന്നേരെ ഈ പറഞ്ഞ കംപ്ലൈന്റ് പോലീസ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ നോക്കി കഴിഞ്ഞപ്പോൾ സൈബർ സെല്ല് വഴി ഇത് ചെയ്തപ്പോഴത്തേക്ക് പൈസ അന്നേരം പോയി. ഒരു രീതിയിലും നമുക്ക് പിടിക്കപ്പെടാൻ, ഇന്ന് നമ്മുടെ ഡിജിറ്റൽ യുഗത്തില് നമ്മൾ നേട്ടങ്ങൾ ഒത്തിരി നമുക്ക് കൈവരിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം ഏറ്റവും വലിയ അപകടങ്ങളും പതിയിരിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകുന്നു. എന്ന് പറഞ്ഞ് അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഞാൻ 1 അവറിൽ വേഗം തന്നെ അയക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ സ്റ്റുഡിയോയിലായതുകൊണ്ട് ഫോൺ വിളിച്ച് ചോദിക്കാനും പിടിക്കാനൊന്നും നിന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ചേച്ചിയുടെ UPI വർക്ക് ചെയ്യണില്ല, ഈ ഒരു ID-യിലോട്ട് ഇടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അപ്പം തന്നെ പൈസ 45,000 അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോയിൽ ചിരിച്ചിരിക്കുന്ന ഒരു സെൽഫി അയച്ചു കൊടുത്തു. സെൽഫി നല്ലതാ, കാര്യം സന്തോഷം കൊണ്ട് ചെയ്തതല്ലേ. ഈ സെൽഫിനെ പറ്റി ഞാൻ അധികം പറഞ്ഞു. ഏതായാലും അമൃത സുരേഷിന് 45,000 പോയിട്ടും വളരെ സന്തോഷവതിയാണ്. അത് നല്ലതാണ്. നമുക്ക് വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ മുഖം കാണുന്നതിനൊക്കെ നല്ലതാണ് സന്തോഷമുള്ള ഒരു മുഖം. ഏതായാലും സന്തോഷം. പൈസ എനിക്കറിയത്തില്ല, അവർക്ക് എന്ത് വന്നാലും ദുഃഖം വന്നാലും ഏത് സമയത്തും സന്തോഷമാണ് എന്നാണ് പറയുന്നത്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. ഇതുപോലുള്ള തട്ടിപ്പുകൾ നമുക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഈ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ ഉണ്ട്, അതിലേക്കാണ് നമ്മൾ ഈ കംപ്ലൈന്റുകൾ ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഇതിനകത്ത് ഈ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ID കിട്ടും. അത് വെച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഈ 1930 എന്ന് പറയുന്ന നമ്പര് നമ്മൾ ഒരിക്കലും നമ്മൾ അവഗണിക്കരുത്. അത് മനസ്സിൽ പതിഞ്ഞ് ഇരിക്കണം. നമുക്കൊരു അബദ്ധം പറ്റാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ പറ്റിക്കഴിഞ്ഞാൽ 1930 വിളിക്കുക. ഇനി നമുക്ക് ബാങ്കിൽ നിന്ന് കോള് വരും, അതുപോലെ മറ്റ് ബന്ധുക്കളുടെ കോള് വരും, സുഹൃത്തുക്കളുടെ കോള് വരും. ഏത് കോളും പൈസ എന്നൊരു കാര്യം ചോദിച്ചാൽ അത് 2 പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക. ഇൻസ്റ്റന്റ് ലോൺ ആപ്പ്, ജോബ് ഫ്രോഡ്, ഓൺലൈൻ ട്രേഡിംഗ്, OLX ഫ്രോഡ്, ഫേസ്ബുക്ക് ഫ്രോഡ്, ഹണി ട്രാപ്പ് തുടങ്ങിയവയാണ് അവ. തൊഴിൽ രഹിതരായിട്ടുള്ളവർ, സ്ത്രീകൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരൊക്കെയാണ് ഈ ചതിക്കണിയിൽ വീഴുന്നത്. ഈ സാഹചര്യത്തിൽ ഇതൊക്കെ നേരത്തെ ഓരോ ചാനലും, ഇതിപ്പം മനോരമയുടെ വന്ന ഒരു സൈബർ ചതികൾ എന്ന് പറഞ്ഞൊരു നേരത്തെ വന്ന ഒരു റിപ്പോർട്ടാണ്. ഇപ്പൊ നമുക്ക് നമ്മളെ ബോധവാന്മാരാക്കാൻ വേണ്ടി ഈ ചാനലുകളിലൊക്കെ തന്നെ ഇങ്ങനൊരു പരിപാടി എവിടെങ്കിലുമൊക്കെ ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിന്റെ ചതികൾ മനസ്സിലാക്കി ചാനലുകൾ റിപ്പോർട്ട് ചെയ്യും. നമുക്കിതിനൊന്നും അല്ല താല്പര്യമുള്ള വേറെ വിഷയങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മളിതൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണാതെ വിടുന്നതിന്റെയൊക്കെ കുഴപ്പങ്ങളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് TV കണ്ടില്ലേ പോലും നമുക്ക് യൂട്യൂബിൽ ഇവരുടെ എല്ലാം ഈ വീഡിയോസ് കിടപ്പുണ്ട്. ഇതൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ക്രൈം വന്ന് ഇവർ ചെയ്തു കഴിഞ്ഞാൽ സ്കാം ആയാലും നമുക്ക് ചെയ്യണം, ഏത് രീതിയിൽ നമുക്ക് അക്കൗണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില തട്ടിപ്പ് രീതികളെക്കുറിച്ചും എങ്ങനെ തട്ടിപ്പ് തിരിച്ചറിയാം, എങ്ങനെ പരാതിപ്പെടാം. അതായത് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, തട്ടിപ്പുകളുടെ വിവിധ മുഖങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തിലെല്ലാം നമ്മൾ എവിടെയാണ് പരാതിപ്പെടേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവര് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു പൊതുജനത്തിന് വേണ്ടി ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. പരാതി നൽകുന്നതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ 1930 വിളിച്ചാൽ ബാങ്കുകൾക്ക് വിവരം കൈമാറും. നഷ്ടമായ പണം ആ സമയം എവിടെയാണെന്ന് കണ്ടെത്താനാകും. തട്ടിപ്പുകാർ പൂർണ്ണമായും പിൻവലിച്ചില്ലെങ്കിൽ തുടർ ഇടപാട് ബ്ലോക്ക് ചെയ്യും. പണം നഷ്ടമായ ആൾക്ക് പണം തിരികെ ലഭിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് അവര് ഈ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കും. പിന്നെ നമുക്ക് ഒരു കാര്യം
ആശ്വാസമുണ്ട്. ഇത് എവിടെയാണ് പോയത്, ഏത് സ്റ്റേറ്റിലാണ് പോയത് എന്ന് മാത്രമുള്ള ഒരു ആശ്വാസമുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ മാക്സിമം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. 1930 മറക്കേണ്ട നമ്പറല്ല, അത് എപ്പോഴും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു നമ്പരാണ്. ഇതുപോലുള്ള തട്ടിപ്പുകൾ നാളെയും ഉണ്ടാകാം. ഇവിടെ തന്നെ ബാങ്കിലെ ഉദ്യോഗസ്ഥനെ വരെ ചങ്ങനാശ്ശേരിയിലെ ഡിജിറ്റൽ അറസ്റ്റ് എന്നും പറഞ്ഞ് പൈസ അടിച്ചു മാറ്റി. അതുപോലെ ഡിജിറ്റൽ അറസ്റ്റ് ഇപ്പം കുറച്ചു ദിവസമായിട്ട് കേൾക്കുന്നില്ല. ഇപ്പൊ വാട്സപ്പിന്റെ ഫീച്ചറുകളൊക്കെ ഉപയോഗിച്ച് വാട്സപ്പിലൂടെയാണ്. വാട്സപ്പ് ഇപ്പം നമുക്ക് പല ഫെസിലിറ്റീസും നമ്മളൊരു മെസ്സേജ് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവമായിരുന്നു, അല്ലെങ്കിൽ വാട്സപ്പ് വീഡിയോ കോളിങ്ങിനും ഒക്കെ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അതിനപ്പുറമുള്ള വാട്സപ്പിന്റെ വിപുലീകരണം വന്നപ്പോഴത്തേക്ക് അത്തരം തട്ടിപ്പും വാട്സപ്പിലൂടെ കൂടിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.